മഹാരാജാക്കൾ. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل إن كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم. محمد سيد الكونين والثقلين والفريقين من عرب ومن عجم. فلا أحد أبر في قول لا منه ولا نعم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. أهل النبي ذريعتي وهم إليه وسيلتي. أرجو غدا عطابهم بيد اليمين صحيفتي. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. واعلموا أمة سيدنا محمد. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ സയ്യിദ് സുഹൈൽ തങ്ങൾ, യൂസുഫ് സഖാഫി ഉസ്താദ്, അതുപോലെ സ്റ്റേജിലും സദസ്സിലും ഇരിക്കുന്ന പണ്ഡിതന്മാർ, കാരണവന്മാർ, മുതഅല്ലിമീങ്ങൾ, സഹോദരീ സഹോദരന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഒരുമിച്ച് കൂടിയത്
അവൻ പൊരുത്തപ്പെടുന്ന അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബക്കാർ എല്ലാവരുടെയും ഖബറുകളിലേക്ക് അള്ളാഹു ഈ മജ്ലിസിന്റെ സവാബ് പൂർണ്ണമായ രൂപത്തിൽ എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. വല്ലവരും വല്ല അദാബും അനുഭവിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാം ദൂരീകരിച്ച് വലിയ സമാധാനം നൽകുമാറാകട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ ഈ നാട്ടിന്റെ പരിസരങ്ങളിൽ മറപട്ട് കിടക്കുന്ന സാദാത്യങ്ങളുടെ ഹളറത്തിലേക്ക് അള്ളാഹു ഈ മജ്ലിസിനെ എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. അവരുടെ എല്ലാം തിരുനോട്ടം കൊണ്ട് അനുഗ്രഹീതമാകുന്ന മജ്ലിസായി അള്ളാഹു ഇതിനെ കബൂൽ ചെയ്യുമാറാകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, മഹ്ഫിലെ മീലാദ് എന്ന നാമത്തിൽ വർഷങ്ങളോളമായി ചേപ്പാല അമാനത്ത് നഗർ SYSന്റെയും SSFന്റെയും ആഭിമുഖ്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന മദ്ഹുർ റസൂൽ പരിപാടിയുടെ ഈ വർഷത്തെ അവസാന ദിവസമാണ് നാം ഇവിടെ സംഗമിച്ചിരിക്കുന്നത്. ഇന്നലെയും മെനയാന്നുമായി അർത്ഥഗർഭമായ ഉത്ബോധനങ്ങൾക്ക് സാക്ഷിയായ കാതോർത്ത ഈ മജ്ലിസിൽ വിശാലമായി സംസാരിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നില്ല, അതിന് ഉദ്ദേശിക്കുന്നുമില്ല. നാം എല്ലാവരും ഏറെ പ്രതീക്ഷയോടുകൂടെ നിൽക്കുന്ന ബുർദയുടെയും അതുപോലെ മദ്ഹ് ഗാനങ്ങളുടെയും ഒക്കെ ആളുകൾ നമ്മുടെ ഈ നാട്ടിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അല്പസമയത്തിനകം അവർ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരും. അതുവരെയുള്ള ചെറിയ ഒരു സമയം ഒരു ബറക്കത്തിന് വേണ്ടിയിട്ട് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അല്പം ചില മദ്ഹുകൾ പറയണം എന്ന ഉദ്ദേശത്തോടുകൂടെ എഴുന്നേറ്റ് നിന്നു. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ നാട്ടിലെ ചെറുപ്പക്കാരായ ആളുകൾ അവരുടെ ഏറെക്കാലത്തെ താല്പര്യം കൊണ്ടാണ് ഇത്തരത്തിൽ വിപുലമായ ഒരു പരിപാടി ഈ വർഷം ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടത്. എന്തുകൊണ്ടും ഈ നാടിന് അഭിമാനിക്കാൻ കഴിയുന്ന ഒരു പ്രവർത്തനമാണ് നമ്മുടെ യുവാക്കൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റ് നാടുകളിലെല്ലാം യുവാക്കളായ സമൂഹങ്ങൾ മറ്റു മാർഗങ്ങളിലേക്ക് വഴിതെറ്റിപ്പോകുന്ന അവസരത്തിൽ നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രതീക്ഷയുളവാക്കുന്ന പ്രവർത്തനങ്ങളാണ് നമ്മുടെ യുവാക്കൾ പിഴച്ചുപോയ മാർഗത്തിലേക്ക് നീങ്ങാതെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അപദാനങ്ങൾ പറയാനും പാടാനുമുള്ള വേദി സംഘടിപ്പിക്കുന്ന വിഷയത്തിൽ അവർ വല്ലാതെ താല്പര്യം കാണിക്കുന്നു എന്നത് വളരെ സന്തോഷാർഹമാണ്. അള്ളാഹു നമ്മുടെ യുവാക്കൾക്കെല്ലാം അർശിന്റെ തണല് അള്ളാഹു നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. നമുക്കറിയാം, ഈ വേദിയിൽ ഇന്ന് നടക്കാനുള്ളത് പരിശുദ്ധമായ ബുർദ ഷരീഫ. ബുർദയെക്കുറിച്ച് വിശദമായി നിങ്ങളോട് ഓർമ്മപ്പെടുത്തണം എന്ന് തോന്നുന്നില്ല. ബുർദ എന്ന് പറയുന്ന കാവ്യത്തിന് പണ്ഡിതന്മാർ ധാരാളം പേരുകൾ പറയുന്നത് കാണാം. ഏറ്റവും പ്രസിദ്ധമായ പേരാണ് ബുർദ. മറ്റൊന്ന് ബുർഖ എന്ന് പറയും, അതുപോലെ ബുർദിയ, ഇങ്ങനെ ധാരാളം പേരുകൾ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഓരോ പേരിന്റെ മുന്നിലും ധാരാളം ചരിത്രങ്ങളും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഏറ്റവും പ്രധാനമായി ഈ മജ്ലിസ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞതുപോലെ ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. ദുനിയാവിൽ മനുഷ്യന്മാർ സംഗമിക്കുന്ന സംഗമങ്ങളിൽ വെച്ചെല്ലാം ഏറ്റവും പരിശുദ്ധമായ ഖൈറായ സംഗമമാണ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലുള്ള ഈ സംഗമം. ഈ സംഗമം കൊണ്ട് സാധാരണക്കാരായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പലതും നേടിയെടുക്കാനുണ്ട്.
കാരണം നാം സംഗമിച്ചിരിക്കുന്നത് നമ്മുടെ നേതാവ് റസൂലുള്ളാഹി തങ്ങൾ അവിടുത്തെ കുറിച്ച് തന്നെ അവിടുന്ന് പറയുന്നത് കാണാം, അന സയ്യിദു വൽദി ആദം. ഖിയാമത്ത് നാൾ വരെ വരാനുള്ള എല്ലാ ആദം സന്തതികളുടെയും നേതാവ് ഞാനാകുന്നു. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. സയ്യിദ് എന്ന് പറഞ്ഞ വാക്കിന് പണ്ഡിതന്മാർ ധാരാളം അർത്ഥങ്ങൾ പറയുന്നു. യുഫ്സഉ ഇലൈഹി ഫിൻ നവാഇബി വസ്സദാഇദി. പ്രയാസഘട്ടങ്ങളിലും ബുദ്ധിമുട്ടുണ്ടാകുന്ന അവസരത്തിലും ഓടിച്ചെന്ന് ആവലാതി പറയാനുള്ള ആളുകൾക്കാണ് സയ്യിദ് എന്ന് പറയാറുള്ളത്. റസൂലുള്ളാഹി തങ്ങൾ നമ്മോട് ഓർമ്മപ്പെടുത്തുന്നു, അന സയ്യിദു വൽദി ആദം. ഖിയാമത്ത് നാൾ വരെ മുഅ്മിനീങ്ങളായ ആളുകൾ അനുഭവിക്കുന്ന ഏത് തീഷ്ണമായ പ്രയാസങ്ങളും ആവലാദികളും ബോധിപ്പിക്കാനുള്ള നേതാവാണ് ഞാനെന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. മഹാനായ ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു രാജകൊട്ടാരത്തിൽ രാജാവിന്റെ മുന്നിലിരുന്ന് നല്ല നല്ല കവിതകൾ പാടുന്ന വലിയൊരു കവിയാണ്. രാജാവിനെ പ്രകീർത്തിച്ചുകൊണ്ട് നന്നായി കവിതകൾ ഇങ്ങനെ ആലപിക്കും. ആ ഇടയ്ക്കാണ് മഹാനായ ബൂസൂരി ഇമാമിന് തളർവാദം എന്ന് പറയുന്ന ഏറ്റവും വലിയ രോഗം പിടിപെടുന്നത്. രാജകീയ കവിയായതുകൊണ്ട് തന്നെ രാജകീയമായ രൂപത്തിലുള്ള സൗകര്യങ്ങളോടുകൂടെ ഡോക്ടർമാർ പല ചികിത്സകളും നടത്തി അവസാനം ഡോക്ടർമാര് മുഴുവനും വിധി എഴുതി, നിങ്ങളുടെ രോഗത്തിന് ശമനം ലഭിക്കുകയില്ല. അങ്ങനെ ഡോക്ടർമാര് വിധി എഴുതിയ ധാരാളം രോഗികൾ നമ്മുടെയൊക്കെ നാടുകളിലുണ്ട്. എല്ലാവർക്കും അവലംബമാണ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. രോഗം മാറുകയില്ല എന്ന് പ്രഗൽഭരായ വിശ്വഗ്രന്മാർ മുഴുവനും തീർപ്പ് കൽപ്പിച്ചപ്പോൾ മഹാനായ ബൂസൂരി ഇമാമിന്റെ മനസ്സിലേക്ക് വരുന്നു, ഞാൻ എന്തിന് ബേജാറാകണം, ഞാൻ എന്തിന് വിഷമിക്കണം, കാരണം എനിക്കൊരു നേതാവുണ്ട്. എനിക്ക് ആവലാദികൾ പറയാൻ, എന്റെ ഏത് വിഷയങ്ങളും ഏറ്റെടുക്കാൻ പറ്റിയ ഒരു നേതാവുണ്ട്. ആ നേതാവാണ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്നതാ മനസ്സുകൊണ്ട് തീർച്ചപ്പെടുത്തുന്നു, ആ ഹബീബിന്റെ മദ്ഹുകൾ രചിക്കണം, എന്റെ രോഗമൊന്ന് ശമിച്ചു കിട്ടണം, അവിടുത്തെ മദ്ഹുകൾ ഒന്ന് ആലപിക്കണം എന്ന് തീർപ്പ് കൽപ്പിച്ചുകൊണ്ട് അവിടുന്ന് തുടങ്ങുകയാണ്. അമിൻ തദക്കുരി ജീറാനിൻ ബിദി സലമി മസജ്ത ദമൻ ജറാ മിൻ മുഖ്ലത്തിൻ ബിദമി. മഹാനായ ഇമാം ബൂസൂരി തളർവാദം പിടിപെട്ടുകൊണ്ട് കിടന്നുപോ അവിടുന്ന് ഹബീബിന്റെ മദ്ഹ് എഴുതാൻ അങ്ങ് നേർച്ചയാക്കി തുടങ്ങുകയാണ്. അമിൻ തദക്കുരിയിൽ വെച്ചങ്ങ് തുടങ്ങുന്നു. നന്നായി ഒന്ന് കൈ ചലിപ്പിക്കാൻ പോലും ശേഷിയില്ലാതെ അവിടുന്ന് കിടക്കുമ്പോ വല്ലാതെ പ്രയാസപ്പെട്ട് റസൂലുള്ളാന്റെ മദ്ഹ് എഴുതുകയാണ്. ആ മദ്ഹ് എഴുതിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഫമബ്ലഗുൽ ഇൽമി ഫീഹി അന്നഹു ബസറുൻ വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിം എന്ന വാക്കിന്റെ അടുത്ത് മഹാനവറുകളങ്ങ് എത്തിയപ്പോ അവിടുന്ന് രണ്ടാമത്തെ ഭാഗം പൂർത്തീകരിക്കാൻ കഴിയാതെ വിഷമിച്ചപ്പോ ആരംഭപ്പൂവായ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളതാ സ്വപ്നത്തിൽ വരികയാണ്. അവിടുന്നാണ് രണ്ടാമത്തെ വാക്കങ്ങ് പറയുന്നത്, വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിം. അതെ, അതുകൊണ്ടാണ് മഹാനായ ബൂസൂരി ഇമാമിന്റെ ബുറുദ ചൊല്ലുമ്പോ അതിന്റെ ജവാബായി മഹാന്മാര് പറയുന്നു, അതേപോലെ ബുറുദക്ക് ഇജാബത്ത് ലഭിക്കാനുള്ള ഷർത്തിന്റെ കൂട്ടത്തിൽ അവര് പറയുന്നു, മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ഓരോ വരികളും അങ്ങ് ചെല്ലുമ്പോ ഈ മൗലായ സ്വല്ലി വസല്ലിം എന്ന ഇജാബത്ത് ചൊല്ലിക്കൊണ്ടിരിക്കണം. കാരണം അത് റസൂലുള്ള പഠിപ്പിച്ച വരികളാ.
അവിടുന്ന് ചൊല്ലിത്തന്ന വരികളാ. അതിന് വലിയ മഹത്വമാണ് പണ്ഡിതന്മാര് കൽപ്പിക്കുന്നത്. അതെ, ആ വരി അങ്ങ് എത്തിയപ്പോ റസൂലുള്ള സ്വപ്നത്തിലൂടെ വരുന്നു. അവിടുന്ന് ബൂസൂരി ഇമാമിന്റെ ശരീരം അങ്ങ് തടവുന്നു. നേരം വെളുത്ത സമയത്ത് അതെ എഴുന്നേൽക്കാൻ കഴിയാതെ തളർവാദം പിടിപെട്ട് കിടന്ന മഹാനായ ഇമാമുൽ ബൂസൂരി അവിടുന്ന് എഴുന്നേൽക്കുന്നു. യാതൊരു തകരാറുമില്ല, ആരോഗ്യത്തിന് പ്രശ്നമില്ല. എഴുന്നേറ്റ സമയത്ത് മഹാനായ ബൂസൂരി ഇമാം ചിന്തിക്കുകയാണ്, ഈ ദുനിയാവിലുള്ള എല്ലാ വലിയ വലിയ പ്രഗത്ഭരായ ഡോക്ടർമാരും കഴിയുന്ന സമയത്ത് എന്നെ ഏറ്റെടുത്ത നേതാവാണ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. എനിക്ക് എഴുന്നേൽക്കാനും നടക്കാനും കഴിയുന്നത് ഹബീബിന്റെ കാരുണ്യം കൊണ്ടാണ്. അതുകൊണ്ട് ഈ കാലുകൊണ്ട് എനിക്ക് ആദ്യം പോവേണ്ടത് മദീനയിലേക്കാണ്. അവിടുന്നതാ മഹാനായ ബൂസൂരി ഇമാം പോവുകയാണ് ഇലാ ഹളറത്തി റസൂലില്ലാഹ്. ലോകത്തിന്റെ നേതാവായ എന്റെയും നിങ്ങളുടെയും കരളിന്റെ കഷ്ണമായ ചങ്കിലച്ചോരയായ ഹൃദയത്തിന്റെ തുടിപ്പായ മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുന്ന് അന്തിയുറങ്ങുന്ന മദീനയിലേക്ക് പോവുകയാണ്. അങ്ങനെ നടന്നുകൊണ്ട് പോകുമ്പോ വഴിയിൽ വെച്ച് മഹാനായ ശൈഖ് അബുർറജാ എന്ന് പറയുന്ന മഹാനെ കാണുന്നു. അബുർറജാ എന്ന ഒരു മഹാനവർകള് മഹാനായ ബൂസൂരി ഇമാമിനെ അങ്ങ് കണ്ടപ്പോ അവിടുന്ന് ബൂസൂരി ഇമാമിനോട് പറയുകയാണ്, ഹാത്തി ഖസീദതക അല്ലതി മദഹത ബിഹൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഓ ബൂസൂരി, നിങ്ങൾ റസൂലുള്ളാഹിനെ മദ്ഹ് ചെയ്ത പ്രസിദ്ധമായ ഒരു കാവ്യമുണ്ടല്ലോ, ആ കാവ്യമൊന്ന് തരുമോ? അതെന്റെ കയ്യിലേക്കൊന്ന് ഏൽപ്പിച്ചു തരുമോ? ആ സമയത്ത് മഹാനായ ബൂസൂരി ഇമാം ചോദിക്കുകയാണ്, അയ്യ ഖസീദത്തിൻ തുരീദു. ഓ അബുർറജായ, നിങ്ങൾ ഏത് ഖസീദയാണ് ഉദ്ദേശിക്കുന്നത്? ഞാൻ റസൂലുള്ളാഹിന്റെ മേലിൽ ധാരാളം ഖസീദകൾ എഴുതിയിട്ടുണ്ടല്ലോ, ഏത് ഖസീദയാണ് നിങ്ങൾ ചോദിക്കുന്നതെന്ന് ചോദിച്ചപ്പോ അവിടുന്ന് മഹാനായ ബൂസൂരി ഇമാം പറയുന്നു, ഹിയല്ലത്തി, ഞാൻ ഉദ്ദേശിക്കുന്ന ഖസീദ ഏതാണെന്നറിയുമോ? അവ്വലുഹ, അത് തുടങ്ങുന്നത് അമിതദക്കുരി ജിറാനിം ബിദി സലാമി മസജ്തദം അൻജറാ മിൻ മുഖ്ലത്തിൻ ബിദമി. ഈ വരികളെ കൊണ്ട് നിങ്ങൾ തുടങ്ങിയ റസൂലുള്ളാഹിനെ മദ്ഹ് ചെയ്ത ഖസീദയുണ്ടല്ലോ, ആ ഖസീദയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോഴാണ് ബൂസൂരി ഇമാം ഉദ്ദേശിക്കുന്നത്, അവിടുന്ന് കരുതുന്നത്, ലം അകുൻ അഅലംതു ബിഹാ അഹദാ. അല്ലയോ അബുർറജായെ, ഞാൻ ഇങ്ങനൊരു ഖസീദ എഴുതി എന്ന വാർത്ത ഞാൻ ഒരാളോടും പറഞ്ഞിട്ടില്ലല്ലോ, ഞാൻ ഒരാളോടും അത് അറിയിച്ചു കൊടുത്തിട്ടില്ലല്ലോ. എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ഖസീദയെ കുറിച്ച് വിവരം കിട്ടിയത്? ആ സമയത്ത് മഹാനായ അബുർറജാ തങ്ങൾ പറയുന്നു, അതെ, ഞാൻ എവിടുന്ന ഇത് മനപ്പാടമാക്കിയതെന്നറിയുമോ? ഞാൻ എവിടുന്ന ഇത് കേട്ടതെന്നറിയുമോ? ലഖദ് സമഅതുൽ ബാരിഹ, കഴിഞ്ഞ രാത്രിയിൽ കേട്ടതാണ് ഞാൻ. തൻസുദുഹാ ബൈന യദൈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, റസൂലുള്ളാഹിന്റെ മുന്നിൽ അങ്ങ് ഇതിങ്ങനെ പാരായണം ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. യതമായലു വയതഹറകു ഇസ്തിഹ്സാനാ, അങ്ങ് റസൂലുള്ളാഹിന്റെ മുന്നിൽ നിന്ന് ഈ ഖസീദത്തുൽ ബുർദ ചൊല്ലുമ്പോ അവിടുന്ന് വല്ലാതെ സന്തോഷിക്കുന്നു. അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞും ചരിഞ്ഞും കളിക്കുന്നു. നല്ല ഫലപുഷ്ടിയുള്ളതായ മരമുണ്ടല്ലോ, അത് കാറ്റടിക്കുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ചായുന്നത് പോലെ റസൂലുള്ളാഹി ഞങ്ങൾ ഈ ഖസീദ കേട്ടിട്ട് സന്തോഷത്തോടുകൂടെ ചായുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവിടുന്ന് അങ്ങയെ കൊണ്ട് ആവർത്തിപ്പിച്ച്
ആവർത്തിപ്പിച്ച് ഖസീദ ചൊല്ലിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഇതിന്റെ ആദ്യത്തെ വരി ഞാൻ മനപ്പാഠമാക്കുന്നത്. മഹാനായ അബുർ റജാഖ് തങ്ങൾ പറയുകയാണ്, എല്ലാവരും കഴിയുന്ന സമയത്ത്, ദുനിയാവിൽ ഒരാളും ഏറ്റെടുക്കാനില്ലാത്ത സമയത്ത് റസൂലുള്ള പറഞ്ഞല്ലോ, അന സയ്യിദു വൽദി ആദം. ആര് നിങ്ങളെ കയ്യൊഴിഞ്ഞാലോ, ആര് നിങ്ങളെ പരാതി ഏറ്റെടുക്കുന്നില്ലെങ്കിലോ, നിങ്ങളേത് പ്രയാസത്തിലാണെങ്കിലോ, നിങ്ങളേത് വിഷമത്തിലാണെങ്കിലോ, നിങ്ങളെ ഏറ്റെടുക്കാൻ മദീനയിൽ ഞാൻ തയ്യാറായി നിൽക്കുന്നു. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഏത് വലിയ രോഗത്തിനും ശമനമാണ്. നമ്മുടെ നാട്ടിൽ അതേ വലിയ വലിയ മാറാവ്യാധികളായ രോഗങ്ങൾ പടർന്നു പിടിക്കുന്നു. ചെറിയ ചെറുപ്പക്കാരായ ആളുകൾ ശരീരത്തിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തൊരു ചെറിയ കുരു കാണുമ്പോ അവർ ഡോക്ടർമാരെ സമീപിക്കുന്നു. ഡോക്ടറെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എഴുതുന്നു. റിസൾട്ട് വന്നപ്പോ ഡോക്ടർ പറയുന്നു, മോനെ നിനക്ക് ക്യാൻസറാ. പനി പോലെ ക്യാൻസർ പടർന്നു പിടിക്കുന്ന കാലമാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, യുവാക്കളെ, സഹോദരിമാരെ, ഏത് രോഗം വന്നാലും ഏത് പ്രയാസമുണ്ടായാലും നമുക്ക് അവലംബിക്കാനുള്ളൊരു നേതാവുണ്ട്. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് വലിയ രോഗങ്ങളാണെങ്കിലും അവിടുത്തേക്ക് പരാതി പറഞ്ഞാൽ അവിടുന്ന് ഏറ്റെടുക്കുന്നു. സുബ്ഹാനല്ലാഹ്. പണ്ഡിതന്മാര് അവരെ കിതാബുകളിൽ പറയുന്നത് കാണാം, ലമ്മാ കാന ഫീ ഐനൈ സഅദുൽ ഫാറൂഖി. സഅദുൽ ഫാറൂഖ് എന്ന് പറയുന്ന വലിയൊരു മഹാനുണ്ട്. ആ വലിയ മഹാന്റെ രണ്ട് കണ്ണുകൾക്കും വലിയ ചെങ്കണ്ണ് ബാധിക്കുന്നു. എത്രത്തോളം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കണ്ണിന്റെ കാഴ്ച അങ്ങ് നഷ്ടപ്പെട്ടു പോകുമോ എന്നുപോലും ആളുകൾ ഭയപ്പെടുന്ന സമയമാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ രണ്ട് കണ്ണുകൾക്കും ചെങ്കണ്ണ് ബാധിച്ചപ്പോ മഹാനവറുകൾ പറയുന്നു, നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. സഅദുൽ ഫാറൂഖ് എന്ന് പറയുന്ന മഹാൻ അവിടുന്ന് റസൂലുള്ളാഹിനെ സ്വപ്നത്തിൽ കാണുന്നു. റസൂലുള്ളാഹിനെ സ്വപ്നത്തിൽ കണ്ടപ്പോ അവിടുന്ന് റസൂലുള്ളാഹി നിങ്ങൾ പറയുന്നു, ഇംളി ഇലാ ഫുലാൻ. അല്ലയോ സഅദുൽ ഫാറൂഖ്, നിങ്ങളുടെ രണ്ട് കണ്ണുകൾക്കും വലിയ രൂപത്തിൽ ചെങ്കണ്ണ് ബാധിച്ചിട്ടുണ്ട്. അങ്ങയുടെ കാഴ്ച ശക്തി പോലും നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട പണി എന്താണെന്നറിയുമോ? നിങ്ങളുടെ രോഗം മാറാൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നറിയുമോ? ഇംളി ഇലാ ഫുലാൻ. ഇന്ന ആളുടെ അടുത്തേക്ക് നിങ്ങൾ പോകണം. വഖുദ് മിൻഹുൽ ഖസീദത്തുൽ ബുർദ. ആ ആളുടെ അടുത്ത് അതേ ഇമാമുൽ ബൂസൂരി തങ്ങൾ റസൂലുള്ളാഹിനെ മദ്ഹ് ചെയ്ത ഏറ്റവും വലിയ കാവ്യമായ ഖസീദത്തുൽ ബുർദയുണ്ട്. ആ ബുർദ നിങ്ങൾ വാങ്ങണം. വജ്അൽഹാ അലാ ഐനൈക. ആ ഖസീദത്തുൽ ബുർദയുടെ കിതാബ് എടുത്തുകൊണ്ട് നിങ്ങളുടെ രോഗം ബാധിച്ച കണ്ണിന്റെ മുകളിലേക്ക് നിങ്ങൾ വെക്കണം. റസൂലുള്ള സ്വപ്നത്തിലൂടെ വന്ന് പറയുന്നു, ഫജാഅ ഇലൈഹി. അങ്ങനെ സഅദുൽ ഫാറൂഖ് റസൂലുള്ള പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നു. ഫഅഖദൽ ഖസീദത വവളഅഹാ അലാ ഐനൈഹി. അങ്ങനെ റസൂലുള്ള പറഞ്ഞ അടുത്ത ആളിൽ നിന്ന് ഖസീദത്തുൽ ബുർദ വാങ്ങുകയാണ്. അത് രണ്ട് കണ്ണിന്റെ മുകളിൽ അങ്ങ് വെക്കുന്നു. വഖറഅഹാ. അങ്ങനെ രണ്ട് കണ്ണിന്റെ മുകളിലും ഖസീദത്തുൽ ബുർദയുടെ കിതാബ് അങ്ങ് വെച്ചുകൊണ്ട് അവിടുന്ന് ഖസീദ അങ്ങ് പാരായണം ചെയ്യുന്നു. വുളു എടുത്തുകൊണ്ട് പാരായണം ചെയ്യുന്നു. തലമറച്ചുകൊണ്ട് പാരായണം ചെയ്യുന്നു. ഓരോ വരികൾക്ക് ശേഷമോ മൗലായ സ്വല്ലി വസല്ലിം എന്ന ജവാബ് പറഞ്ഞുകൊണ്ട് ഇങ്ങ് പാരായണം ചെയ്യുന്നു. ഫസഫാഹുല്ലാഹ്.
അങ്ങനെ ആ സഹോദരന്റെ സയ്യിദുൽ ഫാറൂഖ് എന്ന് പറയുന്ന മഹാനവറുകൾ, ആ മഹാനവറുകളുടെ രോഗമങ്ങ് മാറുന്നു. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, സഹോദരന്മാരെ, ഏത് വിഷയങ്ങളിലും നമുക്ക് അവലംബിക്കാനുള്ള നേതാവാണ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. കേവലം വർഷങ്ങൾ വരുമ്പോ, അല്ലെങ്കിൽ റബീഉൽ അവ്വൽ മാസം വരുമ്പോ അവിടുത്തെ പേരിൽ ഒരു മദ്ഹുർ റസൂൽ വേദി സംഘടിപ്പിക്കുക എന്നത് മാത്രമല്ല റസൂലുള്ളാഹിനോടുള്ള ഹുബ്ബ്. അത് നമ്മുടെ ജീവിതത്തിൽ അങ്ങ് പകർത്തേണ്ടതുണ്ട്. നമ്മുടെ പ്രവർത്തനം അത് റസൂലുള്ളാഹിന്റെ പ്രവർത്തനമാകണം. നമ്മുടെ നടത്തം അത് റസൂലുള്ളാഹിന്റെ നടത്തമാകണം. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അവിടുന്ന് മുത്തബിഉ സുന്ന എന്ന അപരനാമത്തിൽ അറിയപ്പെട്ട വലിയ സ്വഹാബിയാണ്. റസൂലുള്ള എന്ത് പ്രവർത്തനമാണോ ചെയ്തത് അതെല്ലാം വള്ളി പുള്ളി തെറ്റാതെ ജീവിതത്തിൽ പകർത്തിയ നേതാവാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹിന്റെ കൂടെ ഒരു ദിവസം അവിടുന്ന് യാത്ര പോകുന്നു. ആ സമയത്ത് ഒരു മരത്തിന്റെ കൊമ്പ് താഴ്ന്നു നിൽക്കുന്നു. അവിടുന്ന് റസൂലുള്ള ഒന്ന് കുനിഞ്ഞു നടക്കുന്നു. വർഷങ്ങൾ കഴിഞ്ഞപ്പോ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അവിടുന്ന് ആ വഴിയിലൂടെ പോകുമ്പോ അന്ന് ഇവിടെ മരമില്ല, ചാഞ്ഞു നിൽക്കുന്ന കൊമ്പില്ല. പക്ഷേ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് കുനിഞ്ഞാണല്ലോ നടന്നത്. ആ കുനിഞ്ഞ് നടന്ന സ്ഥലത്തു നിന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കുനിഞ്ഞ് നടക്കുന്നു. ഇങ്ങനെ ജീവിതം മുഴുവൻ റസൂലുള്ളാഹിനോടുള്ള സ്നേഹത്തിൽ ലയിപ്പിച്ച നേതാക്കന്മാർ. ചെറുപ്പക്കാരോട് ഞാനൊന്ന് ഓർമ്മപ്പെടുത്തട്ടെ, എന്റെ കരളിന്റെ കഷ്ണങ്ങളായ യുവാക്കളോട്, ഈ മഹ്ഫിലെ മീലാദ് എന്ന് പറയുന്ന പരിപാടിയുടെ സന്ദേശമായി നമ്മൾ ഏറ്റെടുക്കേണ്ട വിഷയമാണ്. അതേ ചെറുപ്പക്കാരെ, നമ്മുടെ ഡ്രസ്സിംഗ് കോഡ് റസൂലുള്ളാഹിന്റെ കോഡായി മാറട്ടെ. നമ്മുടെ തലമുടി വെട്ടുന്നത് റസൂലുള്ള വെട്ടിയതുപോലെ ആകട്ടെ. ഇന്ന് ചെറുപ്പക്കാര് മുടി വെട്ടുന്നത് കണ്ടാൽ അതേ ബാർബർ ഷോപ്പിൽ പോയതിന് ശേഷമാണ് അവിടുന്ന് മോഡൽ തീരുമാനിക്കുന്നത്. എന്തിനാ മോനെ നീ ബാർബർ ഷോപ്പിൽ പോയതിന് ശേഷം മോഡൽ തീരുമാനിക്കുന്നത്? 1400 വർഷങ്ങൾക്ക് മുമ്പ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, നഹാ റസൂലുള്ളാഹി അനിൽ ഖസഇ. റസൂലുള്ളാഹി ഞങ്ങൾ ഖസഅ എന്ന് പറയുന്ന പരിപാടി വിരോധിച്ചതാണ്. എന്താ ഖസഅ എന്ന് പറഞ്ഞാലെന്നറിയുമോ? അതേ, മുടിയുടെ അല്പഭാഗം ചെറുതാക്കുന്നു, അല്പഭാഗം വലുതാക്കുന്നു, അപ്പാച്ചി രൂപത്തിൽ മുടി വെട്ടിക്കുന്നു, മുള്ളൻ പന്നിയുടെ മുള്ള് പോലെ മേലോട്ട് ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന രൂപത്തിൽ മോഡലാക്കുന്നു. മോനെ, ഇത് റസൂലുള്ളാഹിന്റെ മോഡലല്ല കേട്ടോ. സാന്ദർഭികമായി ഞാൻ എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരോട്, സഹോദരിമാരോട്, അതേ, ആഴ്ചകളിൽ 1-2 തവണ ബ്യൂട്ടി പാർലറുകൾ കയറി ഇറങ്ങുന്ന ഉമ്മമാരില്ലേ, സഹോദരിമാരില്ലേ, മോളെ, നിന്റെ ഭർത്താവിന്റെ മുന്നിൽ നീ സൗന്ദര്യം പ്രകടിപ്പിക്കാൻ ഏത് രൂപത്തിലും നീ സൗന്ദര്യം ഉപയോഗിച്ചോ. പക്ഷേ ഏത് പാർലറുകളിലേക്ക് നീ കടന്നു ചെല്ലുകയാണെങ്കിലോ അവിടെയും നമ്മുടെ നേതാവിന് പറയാനുള്ളത് അംഗീകരിക്കണോ. മോളെ, നീ നിന്റെ പിരികം പ്ലക്ക് ചെയ്യുന്ന പരിപാടിയല്ലേ, അത് റസൂലുള്ളാഹിക്ക് ഇഷ്ടമില്ലാത്ത പരിപാടിയല്ലേ, അത് റസൂലുള്ളാഹിക്ക് വലിയ ദേഷ്യമുള്ള പരിപാടിയല്ലേ. റസൂലുള്ളാഹി ഞങ്ങളെ ഹറാമാണെന്ന് പഠിപ്പിച്ചതല്ലേ പിരികം പ്ലക്ക് ചെയ്യുന്നത്. അതേ ഉമ്മമാർ, അവർക്ക് ബ്യൂട്ടി കൂട്ടാൻ വേണ്ടി പോകുമ്പോ, സൗന്ദര്യം വർദ്ധിപ്പിക്കണമെന്ന ഒരേ ഒരു ലക്ഷ്യവുമായി പോകുമ്പോ, മോളെ, ലോകത്തിന്റെ നേതാവിനെ മറക്കണ്ട കേട്ടോ. അതേ, ബ്യൂട്ടി പാർലറിൽ നിന്ന് ഇറങ്ങി വരുമ്പോ, അല്ലെങ്കിൽ ബാർബർ ഷോപ്പിൽ നിന്ന് മുടി മോഡൽ വൽക്കരിച്ച് ഇറങ്ങിപ്പോരുമ്പോ, അതേ, ഏതെങ്കിലും വണ്ടി വന്നതിനെ തട്ടി നീ ആക്സിഡന്റിൽ അങ്ങ്
മരണപ്പെട്ടു പോയാൽ മോളെ നിന്നെ ആളുകൾ കുളിപ്പിക്കൂലേ? അതേ അവര് നിസ്കരിച്ചുകൊണ്ട് നിന്നെ ഖബറിൽ കൊണ്ടുപോയി വെക്കൂലേ? ആ ഖബറിലേക്ക് നമ്മുടെ കരളിന്റെ കഷ്ണമായ ലോകത്തിന്റെ നേതാവ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരൂലേ? റസൂലുള്ള എന്റെയും നിങ്ങളുടെയും ഖബറിലേക്ക് വരുമ്പോ റസൂലുള്ളാക്ക് പൊരുത്തമില്ലാത്ത രൂപത്തിലാണോ മോനെ നിന്റെ മുടിയുള്ളത്? മോളെ നിന്റെ പിരികമുള്ളത് റസൂലുള്ള വിരോധിച്ച രൂപത്തിലാണോ? അവിടെ റസൂലുള്ളാക്ക് സന്തോഷമുണ്ടാകുമോ? റസൂലുള്ള നമ്മ തൃപ്തിപ്പെടുമോ? റസൂലുള്ളാക്ക് ആ ഖബറിലെ തീ കൊണ്ടല്ലേ മോളെ നറക്കപ്പെടുന്നത്? സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. കേവലം 4 മജ്ലിസുകൾ നടത്തുക എന്നതല്ല ഹുബ്ബിന്റെ പ്രകടനം, അതല്ല ഇഷ്കിന്റെ പ്രകടനം. മറിച്ചോ അത് നമ്മുടെ ജീവിതം കൊണ്ട് കാണിക്കേണ്ടതാണ്. പാന്റ് ധരിക്കുമ്പോ SSFകാരൻ ധരിക്കും പോലെ ധരിച്ചോ, അതേ നെരിയാണിയുടെ മുകളിലുള്ള പാന്റ് ധരിച്ചോ. നല്ല SSFന്റെയും SYSന്റെയും പ്രവർത്തകന്മാർ ആലിമീങ്ങൾ പറഞ്ഞതനുസരിച്ച് ജീവിക്കുന്നത് പോലെ ജീവിച്ചോ. കേവലം SSFന്റെ മെമ്പർഷിപ്പ് അല്ല മോനെ വേണ്ടത്. മഹാനായ വടകര മുഹമ്മദ് ആജിത്തങ്ങൾ പറഞ്ഞല്ലോ, SSFകാര് മുഴുവനും സ്വർഗത്തിലാണ്. അത് മെമ്പർഷിപ്പ് വാങ്ങി SSFകാരനല്ല. പിന്നെയോ ശാബുൽ ലശഅ ഫീ ത്വാഅത്തില്ലാഹ്, അള്ളാഹുവിന്റെ ത്വാഅത്തിലായി ചെലവഴിച്ച യുവത്വമുള്ള യുവാക്കൾ അവർ അർശിന്റെ തണല് കിട്ടുന്ന യുവാക്കളാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. അങ്ങനെയുള്ള യുവാക്കളായ SSFകാർ, അങ്ങനെയുള്ള SYSകാർ അവര് സ്വർഗത്തിലാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ നമ്മൾ നന്നായി സ്നേഹിക്കണം, അവിടുത്തോട് വലിയ ഹുബ്ബ് കാണിക്കണം. എന്തിനാ റസൂലുള്ളാനെ നമ്മൾ സ്നേഹിക്കുന്നത്? ആ റസൂലുള്ള നമ്മൾ സ്നേഹിച്ച കണക്കറിയുമോ സഹോദരന്മാരെ? റസൂലുള്ളാക്ക് നമ്മോട് വലിയ സ്നേഹമാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി ഞങ്ങളതാ റബീഉൽ അവ്വൽ 12 വഫാത്താവുന്നു. അവിടുന്ന് വഫാത്തായി എന്ന വാർത്ത മദീനയിലാകെ പരക്കുകയാണ്. അതേ അന്നത്തെ ദിവസം സുബഹിക്ക് നേതൃത്വം കൊടുത്തത് അബൂബക്കർ സിദ്ദീഖ് തങ്ങളാണ്. അവിടുന്ന് നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് എഴുന്നേറ്റ് വീട്ടിലേക്ക് പോയിട്ടുണ്ട്. ആ സമയത്താണ് ലോകത്തിന്റെ നേതാവ് വഫാത്താകുന്നത്. അതേ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ നിയന്ത്രണം വിട്ടുപോയി. ബിലാൽ തങ്ങൾ ബോധരഹിതനായി പോയി. സ്വഹാബത്ത് മുഴുവനും ബോധമില്ലാതെ മദീനയിലൂടെ അലയുകയാണ്. ആ സമയത്താണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടന്നു വരുന്നത്. അവിടുന്ന് വന്നു സ്വഹാബത്തിനെ വിളിച്ചു സമാധാനിപ്പിക്കുന്നു. അവസാനം 3 ദിവസം റസൂലുള്ളാഹി തങ്ങളുടെ ജനാസ മറവ് ചെയ്തിട്ടില്ല. തിങ്കളാഴ്ച അവിടുന്ന് വഫാത്താവുന്നു. 3-ാമത്തെ ദിവസമാണ് റസൂലുള്ളാന്റെ ശറഫാക്കപ്പെട്ട ശരീരം അത് 6 അടി മണ്ണാകുന്ന ഖബറിലേക്ക് വെക്കുന്നത്. സുബ്ഹാനല്ലാഹ്, റസൂലുള്ളാന്റെ ശരീരം ഖബറിലേക്ക് വെക്കാൻ നോക്കുമ്പോ സ്വഹാബത്തിന് ധൈര്യം വരുന്നില്ല. ആ ശറഫാക്കപ്പെട്ട ശരീരം ആരാണ് മണ്ണിലേക്ക് ഇറക്കി വെക്കുന്നത്? സ്വഹാബത്തിന് അത് സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല. പരസ്പരം ഓരോ ആളുകളും മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്നു. ഒരാളും മുന്നോട്ട് വരുന്നില്ല. കാരണം ഇത് സാധാരണ മനുഷ്യനാണോ? അല്ല, അല്ല. അസാധാരണക്കാരിൽ അസാധാരണക്കാരായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ശറഫാക്കപ്പെട്ട ശരീരം ആരാണ് മണ്ണിലേക്ക് ഇറക്കി വെക്കുന്നത്? സ്വഹാബത്ത് വല്ലാതെ ബേജാറാവുകയാണ്. അതേ മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു കടന്നു വരുന്നു. അവിടുന്ന് സ്വഹാബത്തിനോട് പറയുന്നു, അല്ലയോ സ്വഹാബ,
റസൂലുള്ളാഹിന്റെ ഭൗതികമായ ശറഫാക്കപ്പെട്ട ശരീരം ഇത് മണ്ണിലേക്ക് ഇറക്കി വെക്കേണ്ടതുണ്ടല്ലോ. ഇത് മണ്ണിലേക്ക് ഇറക്കി വെക്കുക എന്ന വലിയ ഉത്തരവാദിത്വം അത് ഞാൻ ഏറ്റെടുക്കുന്നു. ഞാൻ ഏറ്റെടുക്കുന്നു. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹിന്റെ ശറഫാക്കപ്പെട്ട ശരീരം മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ 6 അടി മണ്ണിലേക്ക് ഇറക്കി വെക്കുകയാണ്. സഹാബത്ത് കരയുന്നു, ഫാത്തിമ ബീവി വിതുമ്പുന്നു. വല്ലാതെ കരയുന്ന രംഗമാണ്. മദീനയൊന്നാകെ കൂട്ടക്കരച്ചിലാണ്. ആ സമയത്താണ് ഹബീബിന്റെ ശറഫാക്കപ്പെട്ട ശരീരം അത് ഖബറിലേക്ക് ഇറക്കി വെക്കുന്നത്. അതേ റസൂലുള്ളാഹിന്റെ ശരീരം ഇറക്കി വെക്കുന്നു. ഓരോ മൂടുകല്ലുകളും വെക്കുന്നു. അവസാനമായി അവിടുത്തെ ശരീരത്തിന്റെ ഭാഗം കാണാൻ വേണ്ടിയിട്ട് വല്ലാത്ത ആഗ്രഹത്തോടുകൂടെ നോക്കുന്ന സഹാബത്ത്. അങ്ങനെ റസൂലുള്ളാഹി നിങ്ങൾ അതിലങ്ങ് ഇറക്കി വെക്കുന്നു. മുഖത്ത് നിന്ന് കഫം പുടവയങ്ങ് നീക്കുകയാണ്. അബ്ബാസ് തങ്ങളെ ആ കഫം പുടവയങ്ങ് നീക്കിയപ്പോ ഖബറിൽ കിടക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട ചുണ്ടിങ്ങനെ ചലിക്കുകയാണ്. ഖബറിലുള്ള റസൂലുള്ളാഹിന്റെ ചുണ്ട് ചലിക്കുന്നു. മഹാന്മാരായ പണ്ഡിതന്മാരെ മുഴുവനും രേഖപ്പെടുത്തുന്ന ചരിത്രമാണ്. സുബ്ഹാനല്ലാഹ്. അവിടുത്തെ ചുണ്ട് ചലിക്കുന്നു. സഹാബത്ത് വല്ലാത്ത കൗതുകത്തോടുകൂടെ ഖബറിലേക്ക് നോക്കുന്നു. അബ്ബാസ് തങ്ങളോട് ചോദിക്കുന്നു, അല്ല അബ്ബാസേ, റസൂലുള്ളാഹി വഫാത്തായതാണോ അല്ല അവിടുന്ന് ഉറങ്ങുകയാണോ? അവിടുന്ന് വഫാത്തായിട്ടില്ലയോ? അവിടുത്തെ ശറഫാക്കപ്പെട്ട ചുണ്ടുകൾ ഇങ്ങനെ ചലിക്കുകയാണ്. ആ സമയത്താണ് സഹാബത്ത് അബ്ബാസ് തങ്ങളോട് പറയുന്നത്, റസൂലുള്ളാഹി അവസാനമായി ചുണ്ട് ചലിപ്പിക്കുന്നത് അവിടുന്ന് ആരെയാ അന്വേഷിക്കുന്നത്? അങ്ങയുടെ കർണപുടമൊന്ന് അടുപ്പിച്ച് വെച്ച് നോക്ക്, അങ്ങ് ചെവിയൊന്ന് അടുപ്പിച്ച് വെച്ച് നോക്ക്. അബൂബക്കറിനെയാണോ? അതേ, ജീവിതകാലം മുഴുവനും നീൽ പോലെ കൂടെ നടന്ന അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, റസൂലുള്ളാഹിനെ വല്ലാതെ സ്നേഹിച്ച അബൂബക്കറിന് സിദ്ദീഖ് അവിടുത്തോട് സഹാബത്ത് ചോദിച്ചില്ലയോ, അല്ലയോ അബൂബക്കർ, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണ്? അവിടുത്തേക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അവിടുന്ന് സഹാബത്തിനോട് മറുപടി പറഞ്ഞല്ലോ, അൽ അൻദുറ ഇലാ വജ്ഹി റസൂലില്ലാഹ്. അതേല്ല നേതാവിന്റെ, എന്റെ കരളിന്റെ കഷ്ണമായ റസൂലുള്ളാഹി അവിടുത്തെ ശറഫാക്കപ്പെട്ട മുഖത്തേക്ക് ഇമവട്ടാതെ നോക്കി നിൽക്കലാണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഗതി എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ അബൂബക്കർ സിദ്ദീഖ്. ആ അബൂബക്കർ തങ്ങളെയാണോ റസൂലുള്ളാഹി അവസാനമായി ചോദിക്കുന്നത്? അല്ല ഉമർ ഇബ്നുൽ ഖത്താബിനെയാണോ? അല്ല കരണിന്റെ കഷ്ടമായ ഫാത്തിമയാണോ? അല്ല ഭാര്യയായ ആയിഷയാണോ? ആരെയാണ് റസൂലുള്ളാഹി അന്വേഷിക്കുന്നത്? അബ്ബാസ്, നിങ്ങൾ അങ്ങയുടെ ചെവിടുന്ന് വെച്ച് നോക്കൂ. മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു അവിടുന്ന് ഖബറിൽ കിടക്കുന്ന റസൂലുള്ളാഹിന്റെ ശറഫാക്കപ്പെട്ട ചുണ്ടിന്റെ അടുത്തേക്ക് അവിടുത്തെ ചെവിയങ്ങ് വെച്ച് കൊടുക്കുന്നു. സുബ്ഹാനല്ലാഹ്. ആരെയാ റസൂലുള്ളാഹി അന്വേഷിക്കുന്നതെന്നറിയുമോ? എന്താ റസൂലുള്ളാഹി അവസാനം ഖബറിൽ വെച്ച് ചോദിക്കുന്നതെന്നറിയുമോ? അബൂബക്കറിനെയല്ല, ഉമറിനെയല്ല, കരളിന്റെ കഷ്ണമായ ഫാത്തിമയല്ല. അവസാനമായി റസൂലുള്ളാഹി വിളിക്കുന്നത് ഉമ്മത്തി ഉമ്മത്തി.
അതേ എന്റെ അമാനത്ത് നഗറിൽ ശബ്ദം ശ്രവിക്കുന്ന സഹോദരന്മാരെ, എന്നെയും നിങ്ങളെയും ആ റസൂലുള്ള ഖബറിൽ വെച്ച് അവസാനമായി വിളിക്കുന്നത്, അവിടുത്തേക്ക് അത്രത്തോളം സ്നേഹമുണ്ട് നമ്മളോട്. ഏത് സമയത്തും നമ്മുടെ കാര്യമാ റസൂലുള്ളാഹിക്ക് പറയാനുള്ളത്. അവിടുന്ന് കരഞ്ഞ നിമിഷങ്ങൾ ധാരാളമുണ്ട്. ഭൂരിഭാഗവും അവിടുന്ന് കരഞ്ഞത് എന്നെയും നിങ്ങളെയുമാകുന്ന ഉമ്മത്തിനെ ഓർത്തിട്ടാണ്. എന്റെ സഹോദരന്മാരെ, അവസാനമായി ഒരൊറ്റ കാര്യം പറഞ്ഞ് ഞാൻ നിർത്തട്ടെ. റസൂലുള്ളാഹി തങ്ങൾ അവിടുത്തെ നമ്മൾ കണ്ടിട്ടില്ല. അവിടുത്തെ യഥാർത്ഥത്തിൽ നേരിട്ട് നമുക്ക് കേൾക്കാനുള്ള ഭാഗ്യവും ഉണ്ടായിട്ടില്ല. ആ റസൂലുള്ളാഹിനെ സ്വപ്നം കണ്ട ധാരാളം ആളുകളില്ലേ? പ്രിയപ്പെട്ട സഹോദരന്മാരെ, കാലം എത്രയായി ഈ ദുനിയാവിൽ നമ്മൾ ജീവിക്കാൻ തുടങ്ങിയിട്ട്. ഈ കാലത്തിനിടക്ക് റസൂലുള്ളാഹിനെ ഒന്ന് സ്വപ്നത്തിൽ കൊണ്ടുവരാൻ എനിക്കോ നിങ്ങൾക്കോ കഴിഞ്ഞിട്ടുണ്ടോ സഹോദരന്മാരെ? മഹാന്മാരായ പണ്ഡിതന്മാർ കൈഫിയത്തുൽ വസൂലിൽ റുഅയത്തുർ റസൂൽ എന്ന് പറയുന്ന കിതാബുണ്ട്. ആ കിതാബിൽ പറയുന്ന ഒരു ഹദീസ് കാണാം. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, മോനെ, നിനക്ക് റസൂലുള്ളാഹിനെ കാണാൻ ആഗ്രഹമുണ്ടോ? അവിടുത്തെ സ്വപ്നത്തിൽ ഒന്ന് ദർശിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? അവിടുന്ന് പറയുന്നു, മൻ അറാദ അയ്യറാനി ഫിൽ മനാം, എന്നെ സ്വപ്നത്തിൽ കാണാൻ വല്ലവനും ആഗ്രഹിക്കുന്നുണ്ടോ? ഫല്യുസല്ലി ഫീ ലൈലത്തിൽ ജുമുഅത്തി റകഅത്തൈൻ അർബഅ റകഅത്ത്. അതേ വെള്ളിയാഴ്ച രാത്രിയുണ്ടല്ലോ, അഥവാ വെള്ളിയാഴ്ച രാവെന്ന് പറയുന്ന വ്യാഴാഴ്ച അസ്തമിച്ച രാത്രി, ആ രാത്രിയിൽ മോനെ നീ കിടക്കുന്ന സമയത്ത് 4 റകഅത്ത് സുന്നത്ത് നിസ്കരിച്ചോ. വെള്ളിയാഴ്ച രാവിൽ നീ 4 റകഅത്ത് സുന്നത്ത് നിസ്കരിച്ചോ. അതേ നിസ്കാരത്തിൽ ഫാത്തിഹ ഓതിയതിന് ശേഷം എല്ലാ റകഅത്തിലും നീ 3 സൂറത്തുകൾ ഓതണോ. ഏതാണ് ആ സൂറത്ത് എന്നറിയുമോ? അലം നശ്റഹ് സൂറത്ത് ഓതണോ, ഇദാ സുൽസില സൂറത്ത് ഓതണോ, അതുപോലെ വദ്ദുഹാ വല്ലൈലി സൂറത്ത് ഓതണോ. ഈ 3 സൂറത്തുകളോ, വദ്ദുഹാ വല്ലൈലി സൂറത്ത്, ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ എന്ന് തുടങ്ങുന്ന സൂറത്ത്, അതുപോലെ അലം നശ്റഹ് സൂറത്തുണ്ടല്ലോ. ഓരോ റകഅത്തിലും ഫാത്തിഹ കഴിഞ്ഞാൽ ഈ 3 സൂറത്തുകളും ഓതണം. ഇങ്ങനെ 4 റകഅത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ് സലാം വീട്ടിക്കഴിഞ്ഞാൽ 70 പ്രാവശ്യം ആത്മാർത്ഥമായി നീ സ്വലാത്ത് ചൊല്ലണം. 70 സ്വലാത്ത് കഴിഞ്ഞാലോ 70 പ്രാവശ്യം ഇസ്തിഗ്ഫാർ നടത്തണം. അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന ആ വലിയ ദിക്റാകുന്ന ഇസ്തിഗ്ഫാർ, ആ ഇസ്തിഗ്ഫാർ അതേ പിടക്കുന്ന ഹൃദയത്തോടുകൂടെ നീ ചൊല്ലേണ്ടതാണ്. അങ്ങനെ ചൊല്ലി 70 ഇസ്തിഗ്ഫാറും കഴിഞ്ഞാൽ പിന്നെ മോനെ നീ സ്വലാത്തുകൾ ചൊല്ലണം. സ്വലാത്ത് ചൊല്ലി 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 നീ അങ്ങ് ഉറങ്ങണോ. അങ്ങനെ ഉറങ്ങിയാൽ അതേ ഇന്നേ വരെ കളവ് പറയാത്ത, കളവ് ചിന്തിക്കാത്ത, അല്ലാഹ് പറഞ്ഞത് മാത്രം പറയുന്ന നമ്മുടെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ കിനാവിലേക്ക് കടന്നു വരും കേട്ടോ. നമ്മുടെ സ്വപ്നത്തിലേക്ക് ഹബീബ് കടന്നു വരും കേട്ടോ. പണ്ഡിതന്മാര് പറയുന്നു, മോനെ നിന്റെ മനസ്സിന്റെ ഉള്ളിൽ സംശയത്തിന്റെ കണികയുണ്ടോ? ഞാൻ കാണുമോ കാണില്ലയോ എന്ന സംശയമുണ്ടോ? ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ നീ തപസ്സിരുന്നാലും ലോകത്തിന്റെ നേതാവിനെ കാണാൻ നിനക്ക് കഴിയൂല. നല്ല ഉറപ്പോടുകൂടെ, നല്ല യഖീനോടുകൂടെ മോനെ നീ ഈ രൂപത്തിൽ അങ്ങ് ചെയ്താൽ റസൂലുള്ളാഹിനെ കാണാൻ കഴിയും. റസൂലുള്ളാഹിനെ ലോകത്ത് നിന്ന് പരിചയപ്പെട്ടാലോ, ഖബറിൽ വെച്ച് ഈ ആളെ പരിചയമുണ്ടോ എന്ന് ചോദിക്കുമ്പോ അവിടുന്ന് നമുക്ക് അന്തസ്സോടെ പറയാൻ കഴിയണം, അതാ മുഹമ്മദുർ റസൂലുള്ളാഹ്.
ഇത് ഞാനേറെ പറഞ്ഞ, ഞാനേറെ ബുറുദ ചൊല്ലിയ, ഞാനേറെ മദ്ഹ് പാടിയ, ഞാൻ എല്ലാതിലും എന്റെ എല്ലാം അർപ്പിച്ച എന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്ന് പറയാൻ കഴിയോ? അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ മജ്ലിസ് അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഏത് വലിയ ഉദ്ദേശം വെച്ച് കൊണ്ടുവന്നവരാണെങ്കിലും അല്ലാഹുവേ, ഇവിടെ ചെല്ലാനുള്ളത് ഖസീദത്തുൽ ബുർദയാണ്. സാദാത്യങ്ങളുടെ സാന്നിധ്യമുള്ള മജ്ലിസാണ്. ആലിമീങ്ങൾ നേതൃത്വം കൊടുക്കുന്ന മജ്ലിസാണ്. നിഷ്കളങ്കരായ മുതഅല്ലിമീങ്ങളുള്ള മജ്ലിസാണ്. മാലാഖമാരുടെ സാന്നിധ്യം പ്രതീക്ഷിക്കുന്ന മജ്ലിസാണ്. എല്ലാ രോഗങ്ങളും എല്ലാ പ്രയാസങ്ങളും നീ ശമിപ്പിച്ചു തരണേ റഹ്മാനേ.